ദശ ശനി ദശ. സുഗുണനെ കഴിഞ്ഞ ആഴ്ച കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു? അത് ചേച്ചി, അതെനിക്ക് നല്ല സുഖമില്ലായിരുന്നു കേട്ടോ. ആണോ? എന്ത് പറ്റി? വല്ല ഡെങ്കുപനിയോ മറ്റോ പിടിച്ചോ? അതൊന്നുമില്ല, എന്തോ ആകെ കൂടി ഒരു സുഖമില്ലായ. എന്നിട്ടാണ് സാറിന് ഷൊർണൂർ ഭാഗത്ത് ഷൂട്ടിങ്ങിന് നിൽക്കണത് കണ്ടെന്ന് നമ്മുടെ രഘു പറഞ്ഞത്. സുഗുണ സിനിമയിലൊക്കെ കയറിയോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു സീരിയലിൽ. അത് സാറിൻ്റെ ഇപ്പോഴത്തെ സംസാരം കേട്ടപ്പോൾ തന്നെ തോന്നി. ഇല്ല ടോ എന്നൊക്കെ പതിവില്ലാതെ പറയണത് ചേച്ചി ശ്രദ്ധിച്ചില്ലേ? ഈ സീരിയൽ സംഭാഷണം പറഞ്ഞ് ശീലിച്ചതാണോ സുഗുണ ഇത്? അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവർ പറഞ്ഞ ചെറിയൊരു വേഷം ചെയ്തു, അത്ര തന്നെ. അതിന് സാറെന്തിനാണ് ഈ സ്വന്തം സംഭാഷണ രീതി മാറ്റണത്? ഇത് എന്നെ കണ്ടുപടി. ഞാൻ എവിടെ പോയാലും ഈ കൊച്ചു ഭാഷ മാറ്റിയാലട്ടാ. അതിന് ഈ സീരിയലിലും സിനിമയിലും എല്ലാം പോകാൻ ഭാഷ മാറ്റണമെന്ന് ആരാ പറഞ്ഞത്? പക്ഷേ ചേച്ചി, അതല്ലേ അതിൻ്റെ ഒരു നടപ്പ് രീതി. കണ്ടിട്ടില്ലേ ചേച്ചി ചില ഹിറ്റ് പടങ്ങൾ, ഈ ചില തമ്പുരാക്കന്മാരുടെയൊക്കെ? അത് ഭാഷയുടെ പ്രത്യേകത കൊണ്ടാണോ? കഥാതന്തുവും പ്രമേയ അവതരണവും അഭിനേതാക്കളും നന്നായാൽ പടവും സീരിയലും ഒക്കെ നന്നാവും. അതിനിങ്ങനെ ഏച്ചുകൂട്ടിയ പോലെ ഇല്ല ടോ എന്നൊന്നും ഇടയ്ക്കിടെ പറയണ്ട. ഇതങ്ങനെയല്ല ചേച്ചി. അവിടെ എല്ലാവരും ഇങ്ങനെ വള്ളുവനാടൻ മലയാളം പറയുമ്പോൾ പിന്നെ ഞാൻ മാത്രം എങ്ങനെ? ഏത് വാമൊഴിയും അതിൻ്റെ തനി ശൈലിയിൽ പറഞ്ഞാൽ കേൾക്കാൻ നല്ല ഇമ്പം ഉണ്ടാവും. അത് ശരിയാണ്. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും അല്ലേ ചേച്ചി? അതേ നമ്മുടെ കവിയെത്തിയല്ല. അല്ല ജി, നീ ജുബ സ്ഥിരമാക്കിയ, അല്ലെങ്കിൽ ഇന്നും കവിയരങ്ങം ഉണ്ടായിരുന്ന? അപ്പൊ നമുക്ക് കമ്മിറ്റിയിലൊരു കവിയുമായി ഒരു അഭിനേതാവുമായി. അതിന് ആരാ അഭിനേതാവ്? അപ്പോൾ നമ്മുടെ സുഗുണൻ സാറ് സീരിയൽ നടനായതൊന്നും നീ അറിഞ്ഞില്ലേ? അതിനെങ്ങനെയാണ്? നീ സമയത്തും കാലത്തും ഒന്നും വരികയില്ലല്ല. ഞാൻ അല്പം വൈകിപ്പോയി, ക്ഷമി. എന്താ കാര്യം? ഒന്നുമില്ല ജി. ഞാനൊരു സീരിയലൊന്ന് മുഖം കാണിച്ചു. ഷൂട്ടിങ് അങ്ങ് ഷൊർണൂരായിരുന്നു. അതിൻ്റെ വിശേഷം പറയുമായിരുന്നു. അത് നന്നായി. കലാകാരന്മാരുമായി സഹകരിച്ചാൽ കൂടെയുള്ളവരും കലാകാരന്മാരാവും അല്ലേ ചേച്ചി? ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും സുഗുണൻ സാറും നടനാകും. ഒന്ന് പോയണ്ടാജി. ആരടാ നിന്റെ കാറ്റ് വീശിയിട്ടാണ് സുഗുണൻ സാറ് നടനായതെന്ന? അല്ല, ഈ കവിതയൊക്കെ ഏതിനും പ്രചോദനമാണല്ലോ. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ അജിയുടെ ഏറ്റവും പുതിയൊരു കവിത രണ്ടുപേരും ഒന്ന് കേൾക്കട്ടെ. എന്നാ കേട്ടുകളയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ചൊല്ലിയ കവിതയുടെ തുടക്കം എല്ലാവരും ഒന്ന് കേട്ടുകൊള്ളൂ. നീ വീഴും കിനാവോയൻ നെഞ്ചിലെ നെരിപ്പോടോ. അജി, നീ ഒന്ന് നിർത്തിക്കേ. ഇത് നീ എഴുതി ട്യൂണിട്ട് പാടിയ കവിതയാണെന്നാണ് നീ പറഞ്ഞു വന്നത്? അതെ, ഞാനിത് ചൊല്ലിയപ്പോൾ കുട്ടികൾ എന്ത് കയ്യടിയായിരുന്നെന്നറിയാമോ? ഇതുപോലെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടുകാണും. ONV സലിൽ ചൗധരി ടീമിന്റെ നീ മായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ. ഇത് മാറ്റി പറഞ്ഞതല്ലേ അജി? അത് ശരിയാണല്ലോ ചേച്ചി. ഇത് പാരഡി പോലും അല്ല. താനി മോഷണമാണല്ലോ അജി ഇത്. അങ്ങനെ പറയരുത്. ഈ കവിതയ്ക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ആ പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. അതായത് മഹാഭാരതം, ഇനി ഞാൻ ഉറങ്ങട്ടെ, രണ്ടാം ഊഴം, യയാതി എന്നിവയ്ക്കൊക്കെ പ്രചോദനം ആയതുപോലെ അല്ലേ? അത് തന്നെ, അതുപോലെ. അജി, നീ അത് ചെന്നേ പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അജി പറയട്ടേന്നേ. മുഴുവൻ കവിത ചെല്ലാൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. അല്ലെങ്കിലും നമ്മളെയൊക്കെ ഇവർ അംഗീകരിക്കുമോ? ഈ സിനിമയിലും സീരിയലിലും സാഹിത്യത്തിലും ഒക്കെ രക്ഷപ്പെടുന്നവരെ മൾട്ടി ടാലന്റഡ് ആയ ആളുകളാണ്. അവരാടും പാടും എഴുതും. ഞങ്ങളും അതൊക്കെ ചെയ്യും. ഒരവസരം കിട്ടട്ടെ ആദ്യം. ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കഴിവ് തെളിയിച്ചേനെ. അപ്പോഴേക്കും സുഗുണൻ ജയനായി കൂട് മാറിയോ? എങ്ങനെ മാറാതിരിക്കും? എൻ്റെ ദൈവമേ, ഈ മീറ്റിംഗ് ഒന്ന് തീർന്നെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞു. ദശ ശനി ദശ. ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി, വിനോദ് കുര്യാപ്പള്ളി, പ്രീതി, GS പിള്ള. രചന MV ശശികുമാർ.